ടോട്ടോച്ചൻ്റെ അടുത്ത ഭാഗം തുടരുന്നു. പയ്യെ ചവയ്ക്കും പാട്ട്. ജപ്പാൻകാർ ഊണ് കഴിക്കും മുമ്പ് പറയും ഇറ്റാദാകിമാസു. ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്നർത്ഥം വരുന്ന ഒരു ഉപചാര വാക്കാണത്. എന്നാൽ ടൊമോകൊയ്നയിലെ ഉച്ചയൂണ് ആരംഭിക്കുന്നത് ഒരു ഗാനത്തോടെയാണ്. കൊയാബേയാഷി മാസ്റ്റർ പ്രത്യേകമായി രചിച്ച് ഊണിനു മുമ്പുള്ള പാട്ട് പാടി കൊണ്ട് ഒരു സംഗീതജ്ഞൻ കൂടിയാണ് മാസ്റ്റർ. ഊണിനു മുമ്പുള്ള പാട്ട് അദ്ദേഹം ഒരു പഴഞ്ചൊല്ലിൻ്റെ താളത്തിലാണ് ഉണ്ടാക്കിയത്. ഊണിനു മുമ്പുള്ള പാടാറുള്ള ഒരു പരമ്പരാഗത ഗാനം എന്നു തന്നെ ആ ശീലിനെക്കുറിച്ച് ടൊമോയിൽ പഠിച്ച കുട്ടികൾക്ക് മിക്കവരും വർഷങ്ങൾക്ക് ശേഷവും ഉറച്ചു വിശ്വസിച്ചു. അത്രയേറെ സമർത്ഥമായാണ് തുഴഞ്ഞു പോകാം തോണിയിൽ എന്ന പഴമ്പാട്ടിൻ്റെ ഈണത്തിൽ മാസ്റ്റർ വാക്കുകൾ തിരികിവെച്ചത്. പാട്ട് ഇങ്ങനെയായിരുന്നു: ചവച്ചരച്ചിടാം കഴിച്ചിടുന്നതൊക്കെയും, ചവച്ചരച്ചു മെല്ലവേ ഇറച്ചിച്ചോറു മീൻകറിയും. ഈ ഈരടികൾ പാടിയ ശേഷം മാത്രമേ കുട്ടികൾ സർവ്വസാധാരണമായി ഉപചാരവാക്കിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. മാസ്റ്റർക്ക് ഏതാനും പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണോ പയ്യെ ചവയ്ക്കും പാട്ടുണ്ടാക്കിയത്? ആയിരിക്കില്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആഹാരം മെല്ലെ മെല്ലെ കഴിക്കണം. ഒരുപാട് സമയമെടുത്ത് സൊറ പറഞ്ഞിരുന്ന് വളരെ മെല്ലെ ആവോ. അത് ഓർമ്മിച്ചിരിപ്പിക്കാനാണ് നാടൻ ഈണത്തിലുള്ള പയ്യച്ചവയ്ക്കും പാട്ട്. കൊച്ചു ടോട്ടോയും കൂട്ടുകാരും കഴിക്കുന്നത്ര ഉച്ചത്തിൽ ഒത്ത് ചേർന്ന് പാടി. ചവച്ചരച്ചിടാം പാട്ടിനു ശേഷം ഒന്നിച്ചു പറഞ്ഞു ഇറ്റാദാകിമാസു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ മുന്നിൽ നിരന്നു. അസംബ്ലി ഹാളിൽ അല്പനേരത്തേക്ക് നിശബ്ദമായി. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മൈതാനത്തിലെ കളി കഴിഞ്ഞു ടോട്ടോച്ചൻ കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിലേക്ക് മടങ്ങി. ടീച്ചർ കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, രാവിലെ പാട്ട് പഠിച്ച് ക്ഷീണിച്ചു അല്ലേ? ഇനി നമുക്കെന്താ വേണ്ടേ? ഇനി എന്താണ് വേണ്ടതെന്ന് കൊച്ചു ടോട്ടോക്ക് ചിന്തിക്കാൻ പോലും കഴിയും മുമ്പ് കുട്ടികൾ ഒന്നോടെ വിളിച്ചു പറഞ്ഞു, നടത്തം. എന്നാൽ അങ്ങനെയാകട്ടെ. ടീച്ചർ പറഞ്ഞു തീരും മുമ്പേ കുട്ടികൾ വാതിൽക്കലേക്ക് കുതിച്ചു. തിക്കിത്തിരക്കി അവർ പുറത്തേക്കിറങ്ങി. ടോട്ടോച്ചൻ അതിശയിച്ച് നിന്നുപോയി. അച്ഛനോടും റോക്കിയോടുമൊപ്പം അവൾ നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇത് അവൾക്ക് പുത്തിരിയാണ്. സ്കൂൾ നടത്തത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത്. എങ്കിലും കൊച്ചു ടോട്ടോയ്ക്ക് അങ്ങനെ മടിച്ചു നിൽക്കാനായില്ല. കാരണം നടക്കാനിറങ്ങുക അവൾക്കെന്നും ആഹ്ലാദകരമായിരുന്നു. പ്രഭാതങ്ങൾക്കെല്ലാം പണിപ്പെട്ട് തീർത്തു കഴിഞ്ഞാൽ കുട്ടികളെ തല തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നടത്തം. ടോട്ടോച്ചൻ അത് പിന്നീടാണ് മനസ്സിലായത്. ഒന്നിലെ കുട്ടികൾക്ക് മാത്രമല്ല, 6ാം തരത്തിൽ പഠിക്കുന്നവർക്ക് പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ലാസ്സുകളിലെ നടത്തം. ടീച്ചറും കുട്ടികളോടൊപ്പം കൂടി. പുറത്ത് ഒരു അരുവിയുടെ ഓരം പറ്റി 1ാം ക്ലാസ്സിലെ 9 കുട്ടികളും അവരുടെ അധ്യാപികയും നടന്നു.